അതെ പെൺപുലിയുടെ ആരാ അല്ല അതിന് ഞാനെന്താ വേണ്ടേ? ഇല്ല അയ്യോ അതിനൊന്നും നമുക്ക് പറ്റൂല സാറേ. അത് ശരിയായിരിക്കും. ഇല്ല ഇനി ഞാൻ അത് വേറെ ആരെങ്കിലും നോക്കണതായിരിക്കും നല്ലത്. എനിക്ക് പെൺപുലിയുടെ കുറച്ച് തിരക്കുകളുണ്ട്. അതൊന്നും വേണ്ട. ശരി സാറേ. ശരി. അല്ല പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. വേണ്ട ശരി. ആരാ വിളിച്ചേ? എടി മറ്റേ RDP ഇല്ലേ, അതിൻ്റെ ഒരാള് പ്രഭാകരൻ അങ്ങനെ ആരാണ്ട്. എന്താ പറഞ്ഞത്? അവരെന്നോട് പറയാണ് RDPയുടെ വനിതാ സംഘടനയിൽ എന്നെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പെൺപുലിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അത് മറ്റേ ക്ലീറ്റോ ചാണ്ടൊക്കെ എതിർ പാർട്ടി അല്ലേ? ചേച്ചി എന്താ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞില്ലേ? പൈസ തരാന്ന് അതിനകത്ത് ചേരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് വേറൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. പെൺപുലിയില് ഞാൻ ചേച്ചി തന്നെയാണോ പറഞ്ഞത്? എന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെ ഫേമസ് അല്ലല്ലോ. പെൺപുലിയിലെ ആരെങ്കിലും ആണോ ഉദ്ദേശിച്ചത്? അല്ല പെൺപുലിയിലെല്ലാം ചെയ്യുന്ന ഞാനല്ലേ. പക്ഷെ വേണ്ട, ചിലപ്പോ എനിക്കൊരു കോള് വരാൻ ചാൻസ് ഉണ്ട്. ചേച്ചി ഇപ്പൊ ചെല്ലത്തില്ലെന്ന് പറഞ്ഞാ ഞാനൊന്ന് പോട്ടെ. നീ ചെന്നിട്ടുണ്ട് പേടി അവര് വിളിക്കുന്നത് പറയാനില്ലെന്ന്. സാറേ ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? ശരി. ശരി. എന്തോ പറഞ്ഞത്? അത് സംഘടനയിലെ ആൾക്കാർ തമ്മിലുള്ള നീ അറിയണം എന്തിനാ നേരത്തെ വന്നാ? ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിരിപ്പ് അല്ലേ? ഇതിനാണ് നീ മറ്റേ പെൺപുലിന്നും മറ്റേതും പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത് അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? നിങ്ങളെന്താ വല്ല പൊട്ടം കടിച്ച എന്താന്ന് വെച്ചാ നിനക്കും ഒന്നും അറിഞ്ഞൂടെ തന്നെ നീ സംസാരിക്കല്ലേ? ഇന്ന് RDPക്കാർ വിളിച്ചിരുന്ന ആരെങ്കിലും? RDPക്കാരെങ്കിലും നിന്നെ വിളിച്ചിരുന്ന? എന്തുവാന്ന് ഇവിടെ വിളിച്ചിരുന്നോന്നാണ് ഞാൻ ചോദിക്കണത്. പറയാനല്ലേ മോളെ, പറയാം. വിളിച്ചിരുന്നോ? എന്നിട്ട് എന്താ പറഞ്ഞടേ നീ? ഒന്നും പറഞ്ഞില്ല. കള്ളത്തരം പറയരുത്. അവര് നിനക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം തരാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ്? നീ എന്തോ വേണ്ടാന്ന്? അങ്ങനെയല്ല നാട്ടുകാർ പറയണത്. വെച്ച് കഴിഞ്ഞാ നീ പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ ഇച്ചിരി സമയം തരണം, പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റൂലെന്ന്. നീ കേക്കണം. എന്നെ DDT പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ആ സമയത്താണ് എവിടെ ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കണത്. അതുകൊണ്ടാ ഇപ്പൊ എന്റെ പാർട്ടിയിൽ മുഴുവൻ ചർച്ചയാണ്. എവള് ഞങ്ങളുടെ ശത്രുവായ RDP പാർട്ടിയിൽ വനിതാ മഹിള എന്തോ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞു. പറയരുത് ചേച്ചി. അതാണ് അവര് പൈസയൊക്കെ ഓഫർ ചെയ്തത്. വീട്ടിൽ പോയി ചോദിച്ചതല്ലോ, ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണ്. അങ്ങനെ പൈസ തരാന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ച് പറയാത്തന്തടി? നിങ്ങളെ വിളിച്ച് പറയാൻ എന്റെ ഫോൺ ഔട്ട് ഗോയിങ് ഉണ്ടോ? ഇതാണ് കുഴപ്പം. വല്ലപ്പോഴും ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കണം. നിനക്ക് ഫോണുണ്ടല്ലോ, നിന്റെ ഫോണിൽ വിളിക്കാല, അല്ലെങ്കിൽ സുലൂര് ഫോണുണ്ട്, അവിടെ പോയി വിളിക്കാല. തക്കാളി ഇല്ല, വെണ്ടയ്ക്കല്ല, മറ്റേ ഉരുളക്കിഴങ്ങില്ല എന്ന് പറയാൻ അവരവരെ ഫോണിൽ നിന്ന് വിളിക്കും. ഈ കാര്യം എന്തിനാ നീ വിളിക്കാത്ത? വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇത് എനിക്കിപ്പോ പ്രശ്നമാണ്. എന്റെ ജീവിതം പോയി. കഴുത കേന്ദ്ര എക്സിക്യൂട്ടീവിലേക്ക് എന്നെ തെരഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇപ്പൊ DDT പാർട്ടി ഓഫീസിനകത്ത് ഫുൾ ചർച്ച എന്താണ്? ഞാൻ എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ അവർക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞേക്കാണ്. എന്റെ സ്ഥാനം എങ്ങാനും പോയാ ഞാൻ ഈ കൈ നിൽക്കണം മാവിൽ കെട്ടി കുങ്ങിച്ചാവും. എല്ലായിടത്തും കൂടെ പറയണ്. ഓർമ്മിച്ചോ? മതി എന്നെ നശിപ്പിക്കാനായിട്ട് ഈ വീട്ടിൽ നിന്ന്. ഞാനിപ്പോ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണല്ലേ? ചേച്ചി സത്യം പറ. രണ്ടാമത് അവര് ഫോൺ ചെയ്തപ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ലേ എന്താന്ന്? അപ്പൊ ചേച്ചി പറയാതെ പോയില്ലേ? എന്താ അവരോട് പറഞ്ഞത്? അതവര് മാറിപ്പോയിട്ട് വിളിച്ചതാ, കൈമുട്ടി വിളിച്ചതാ. അതൊന്നും അല്ല. എന്താന്ന് വെച്ചാ തനിയെ അങ്ങോട്ട് അനുഭവിച്ചു.